പോലീസ് ഉദ്യോഗസ്ഥന് CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷാണ് വിളവെടുക്കരുത് എന്ന് ഭീഷണി മുഴക്കിയത്. രതീഷും രാമമംഗലം SHOയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. തന്നോട് ഭീഷണി വേണ്ടെന്നും ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുമെന്നും CI മറുപടി നൽകി. സ്വകാര്യ സ്ഥലത്ത് കല്ല് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയെ തുടർന്നായിരുന്നു ഭീഷണി. PB രതീഷാണ്. പറഞ്ഞോ. ഇവിടെ ഒന്ന് താനെന്തോ അനാവശ്യം പറഞ്ഞതിനെ പറ്റി. ആര് പറഞ്ഞു? ഏഴക്കനാട് വന്ന് കിഴക്കനാട് വന്നിട്ട് എന്തോ അനാവശ്യം എന്നെ പറ്റി പറഞ്ഞെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. നിങ്ങളെ കുറിച്ച് ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് എനിക്ക് അനാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങളോട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, ഇതും താൻ തന്നെ പണി ചെയ്താ പോരെ. ഈ നാട്ടിൽ പറഞ്ഞ ആവശ്യമില്ലാത്ത വർത്താനം പണിയതിനാ. ഞാൻ എന്താ ആവശ്യമില്ലാത്ത പറഞ്ഞാ നിങ്ങളെന്താ അറിഞ്ഞത്? വിളവെടുക്കണ്ട കേട്ടോ. നിങ്ങൾ വിളവെടുക്കണ്ട. നിങ്ങളെന്താ എന്നെ വിളിച്ച് രാത്രി, നിങ്ങൾ സ്ഥിരമായിട്ട് രാത്രി എന്നെ വിളിച്ച് ചീത്ത വിളിക്കാണല്ലോ. നിങ്ങൾ മുമ്പ് എന്നെ വിളിച്ച് മോശമായിട്ടല്ല പറഞ്ഞത്. ഞാൻ FIR എടുത്ത് കാണിച്ചു തരാം. ഞാൻ FIR എടുക്കാം. എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? നിങ്ങൾ LC സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ എന്തറിയാ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളെ കുറിച്ച് ആരടുത്താ പറഞ്ഞത്? നിങ്ങൾ എന്തറിയാ എന്നെ വിളിച്ചത് ഭീഷണിപ്പെടുന്ന രാത്രി? നിങ്ങൾ ആരടുത്താ സംസാരിക്കുന്നത്? വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്തായാലും ഉചിതമായ മറുപടി തന്നെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് KU ജനീഷ് കുമാർ MLA ഫോറസ്റ്റ് ഓഫീസിൽ കയറി ചെന്ന് ആ ഓഫീസ് കത്തിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയത്. ഇപ്പോഴിതാ ഏരിയ സെക്രട്ടറി, CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയാണ് സർക്കിൾ ഇൻസ്പെക്ടറെ SHOയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. വിളവെടുക്കരുത് എന്നാണ് ഭീഷണി. മാത്രമല്ല, ഇതിൻ്റെ തെളിവും പുറത്ത് വന്നിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഇനി ഈ SHOയെ സ്ഥലം മാറ്റുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ? അത്തരത്തിലുള്ള നടപടികൾ തന്നെയാണ് തുറന്നുണ്ടാവുക എന്നുള്ളത് നമുക്കിതിനു മുമ്പുള്ള പല സംഭവങ്ങളുടെയും മറ്റുള്ള ഡെവലപ്മെന്റുകൾ കണ്ടാൽ അറിയാം. ഒടുവിൽ ഈ പോലീസുകാരനെതിരെ നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ തന്നെയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഈ ധാർഷ്ട്യം ഒരു മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ കാലത്തിൽ. ഏതായാലും ഇപ്പോൾ കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷും അതുപോലെ തന്നെ രാമമംഗലം SHOയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ്. ഒരാഴ്ച മുമ്പ് നടന്ന ഫോൺ സംഭാഷണമാണ് ഇത്. ഈ ഫോൺ സംഭാഷണത്തിന് ആധാരമായിട്ടുള്ളത് ഈ മണ്ണീട് എഴക്കര നാട്ടിലെ ഒരു അനധികൃത ചെങ്കല്ല് ഖനനം ഈ നമ്മുടെ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തിരുന്നു. വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ചെങ്കല്ല് വെട്ടുകയും അതുപോലെ തന്നെ എംസാൻഡ് എല്ലാം അവിടെ അടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനധികൃതമായിട്ടുള്ളൊരു നടപടിയാണ് അവിടെ നടന്നിരുന്നത്. അത് പോലീസ് എത്തി ആ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഈ പിടിച്ചെടുത്ത സമയത്ത് രതീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഈ മണ്ണടിക്കുന്ന അതുപോലെ തന്നെ ഈ അനധികൃത ഖനനം നടത്തിയിരുന്നവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഏത് രതീഷാണ്, തനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പോലീസുകാരൻ മറുപടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രതീഷിനെ മോശം രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള PB രതീഷ് ഈ CIയെ വിളിച്ച് രാമമംഗലം SHOയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഒരാഴ്ച മുമ്പുള്ള ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, താൻ വെള്ളച്ചിലെടുക്കരുത്, തൻ്റെ ജോലി മാത്രം ചെയ്താൽ മതി, തന്നെക്കുറിച്ച് അന്വേഷിച്ചു നോക്കൂ, താൻ ആരാണെന്ന് അന്വേഷിച്ചു നോക്കൂ എന്നുള്ളതെല്ലാം ഭീഷണി ഈ ഫോൺ സംഭാഷണത്തിലുള്ളത്. എന്നാൽ ഇതിന് മറുപടിയായി CI പറയുന്നത്, തനിക്ക് ഞാൻ മറ്റാരുടെയും എടുത്ത് മോശമായി പറഞ്ഞിട്ടില്ല, എല്ലാ പോലീസുകാരും കേട്ടതാണ് ഈ അനധികൃതമായി മണൽ കടത്തുന്നവർ, ഈ ചെങ്കൽ ഖനനം നടത്തുന്നവർ തൻ്റെ പേര് പറഞ്ഞത് എല്ലാ പോലീസുകാരും കേട്ടതാണ്, തനിക്കറിയില്ല എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാകുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. ഇയാൾ ഈ ഏരിയ സെക്രട്ടറി ഇതിനു മുമ്പും പലപ്പോഴും രാത്രിയിൽ വിളിച്ച് ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുറെ നാളായി തുടരുകയാണല്ലോ എന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ SHO പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് നിരന്തരം ഇത്തരത്തിലുള്ള ഒരു ഭീഷണി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ പ്രാദേശിക CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പലരും ഇത്തരത്തിലുള്ള ഫോണിലൂടെ ഭീഷണിപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ?
ഇത് സംബന്ധിച്ച് ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനെതിരെ FIR എടുക്കുമെന്നെല്ലാം ഈ ഫോണിൽ ഇതിൽ പറയുന്നുണ്ട്, ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ റൂറൽ SP-ക്ക് SHO ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ഈ ഫോണിലൂടെ ഭീഷണി മുഴക്കുന്നതുമായി ബന്ധപ്പെട്ട റൂറൽ SP-ക്ക് SHO റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കേസടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഏതായാലും ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി മുഴക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേസെടുക്കുന്നതൊക്കെ ഉടനെ ഒരു നടപടി ഉണ്ടാകുമോ എന്ന് അറിയില്ല. എന്നിരുന്നാലും FIR എടുക്കും, നിങ്ങൾക്കെതിരെ FIR എടുക്കുമെന്ന ഫോൺ സംഭാഷണത്തിൽ ഈ ഭീഷണിക്ക് മറുപടിയായി SHO പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റൂറൽ SP-ക്ക് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. CPM ഏരിയ സെക്രട്ടറിയുടെ ധാർഷ്ട്യം, അഹങ്കാരം, ഹുങ്ക. പോലീസ് ഉദ്യോഗസ്ഥന് CPM ഏരിയ സെക്രട്ടറി കുത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷിൻ്റെ ഭീഷണി. വിളച്ചിലെടുക്കരുത് എന്നാണ് ഭീഷണി. രതീഷും രാമമംഗലം SHOയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത് വന്നിട്ടുണ്ട്. തന്നോട് ഭീഷണി വേണ്ടെന്നും ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുമെന്നും CI മറുപടി നൽകിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥലത്ത് കല്ല് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയെ തുടർന്നായിരുന്നു ഭീഷണി. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.